This news is brought to you by ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഇടവരമ്പ് ഗവൺമെന്റ് LP സ്കൂളിൽ സംഘടിപ്പിച്ച വിളവെടുപ്പുത്സവം ശ്രദ്ധേയമായി. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ 2025-26 വർഷത്തെ സമഗ്ര പച്ചക്കറി ഉൽപാദന യജ്ഞത്തിന്റെ ഭാഗമായാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. ചെറുപുഴ കൃഷിഭവന്റെ പ്രൊജക്ട് അധിഷ്ഠിതമായി സ്കൂളിൽ ഒരുക്കിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പാണ് നടന്നത്. ചെറുപുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വാർഡ് മെമ്പറുമായ ലീന വില്യം മാങ്കോട്ടിൽ അധ്യക്ഷത വഹിച്ചു. കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ തുളസി ചാങ്ങാട്ട് പദ്ധതി വിശദീകരണം നടത്തി. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ രാഖി കെ, SMC ചെയർമാൻ സുനിൽകുമാർ, MPTA പ്രസിഡന്റ് ശ്രുതി രാജേഷ്, സ്കൂൾ സംരക്ഷണ സമിതി ചെയർമാൻ ബിജു തെന്നടിയിൽ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. കൃഷി ഓഫീസർ അഞ്ജു P സ്വാഗതവും സ്കൂൾ ഹെഡ് മിസ്ട്രസ് ബീന CK നന്ദിയും രേഖപ്പെടുത്തി. അപ്പം നമ്മുടെ കുഞ്ഞു കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും എല്ലാവരും ചേർന്ന് കൂട്ടായി ഒരുക്കിയ ഒരു പച്ചക്കറി തോട്ടം നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമുക്കറിയാം, വളരെയധികം താല്പര്യത്തോടു കൂടിയിട്ടാണ് നമ്മളെ ഈ സ്കൂളിലെ ടീച്ചേഴ്സ് ആണെങ്കിലും പ്രത്യേകിച്ച് നമ്മളെ ഒരു നല്ലൊരു ഗ്രൂപ്പ് ഓഫ് രക്ഷിതാക്കളും ഉണ്ട് ഇവിടെ. അവരെ വളരെ താല്പര്യത്തോടു കൂടി ഈ പ്രോജക്റ്റ് ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. അപ്പം നല്ലൊരു വിജയമായിട്ട് തീർന്നിട്ടുമുണ്ട്. അപ്പം നമ്മളെ കുട്ടികൾക്ക് നമ്മൾ ആദ്യാക്ഷരങ്ങൾ പഠിക്കുന്നത് പോലെ തന്നെ കൃഷിയുടെ ആദ്യ പാഠങ്ങൾ പഠിക്കാനും തൊട്ടറിയാനും നമ്മുടെ പച്ചക്കറി കൃഷിയിൽ ഒരു സ്വയം പര്യാപ്തത കൈവരിച്ചുകൊണ്ട് നമ്മുടെ ഉച്ചഭക്ഷണത്തിന് വേണ്ടി വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാനും സാധിച്ചു എന്നത് ഈ പദ്ധതിയുടെ ഒരു വലിയൊരു നേട്ടമാണ്. അപ്പോൾ ഈ നേട്ടത്തിന് പിന്നിൽ അധ്വാനിച്ച എല്ലാ കുട്ടികളെയും അധ്യാപകരെയും അതിന് എല്ലാത്തരം പിന്തുണ നൽകിയ രക്ഷിതാക്കളെയും നാട്ടുകാരെയും ഈ അവസരത്തിൽ ഹൃദയത്തിൽ നിന്ന് അഭിനന്ദിക്കുന്നു. ഞാനിനി എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. അപ്പം ഇന്നത്തെ ഈ ഉദ്ഘാടനം ചെയ്യാനിരുന്നിരുന്നത് നമ്മുടെ പ്രസിഡന്റ് ശ്രീമതി ലൈസമ്മ പണിക്കരായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അസുഖമുള്ളത് കൊണ്ട് നമ്മുടെ ഉദ്ഘാടനം ചെയ്യാൻ ഇന്ന് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ എവരെയും പ്രിയങ്കരനായ വൈസ് പ്രസിഡന്റ് ശ്രീ സതീശൻ കാർത്തികപ്പള്ളി അവറുകളാണ്. അദ്ദേഹത്തെ വളരെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇന്നത്തെ ഈ വിളവെടുപ്പ് ഉദ്ഘാടനത്തിൻ്റെ അധ്യക്ഷ ആയി ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ലീന വില്യം മാങ്ങോട്ടിലാണ്. അദ്ദേഹത്തെയും വളരെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ പരിപാടിയുടെ ഒരു പദ്ധതി വിശദീകരണത്തിനായി ആദ്യം എത്താമെന്ന് പറഞ്ഞത് നമ്മുടെ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ തുളസി മാഡായിരുന്നു. അപ്പം മാഡത്തിന് ഇതുപോലെ പെട്ടെന്നൊരു കളക്ടറേറ്റിൽ ഹിയറിംഗ് ഉള്ളതുകൊണ്ട് മാഡത്തിന് എത്തിച്ചേരാൻ സാധിച്ചില്ല. പക്ഷെ എല്ലാ തരത്തിലുള്ള ആശംസയും മാഡം ഇവിടെ അറിയിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന്, അതുകൊണ്ട് ഈ പദ്ധതി വിശദീകരണം നടത്താനും തന്നെ നമ്മുടെ ഈ പരിപാടിക്കുള്ള ആശംസ അർപ്പിക്കാനും എത്തിയിട്ടില്ല നമ്മുടെ പയ്യന്നൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീമതി രാഖി മാഡത്തെയും വളരെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ആശംസ അർപ്പിച്ച് സംസാരിക്കാനുള്ള SMC ചെയർമാൻ ശ്രീ സുനിൽകുമാർ MK അവരുകളെയും വളരെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. MTA പ്രസിഡന്റും വാർഡ് മെമ്പറും കൂടിയായ ശ്രീമതി ശ്രുതി രാജേഷ് അവരെയും വളരെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. സ്കൂൾ സംരക്ഷണ സമിതി ചെയർമാൻ ശ്രീ ബിജു തെന്നടിയിൽ അദ്ദേഹത്തെയും ആദരവോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ ഈ ഒരു വിളവെടുപ്പ് ഉദ്ഘാടനം ഇവിടെ നടത്താൻ വേണ്ടി സാധിച്ചതിലും അതോടൊപ്പം ഇതിന് എല്ലാ തരത്തിലുള്ള പിന്തുണയും നൽകിയ നമ്മുടെ എല്ലാ കുഞ്ഞു കുട്ടികളെയും അതുപോലെ അധ്യാപകരെയും ഏറ്റവും രക്ഷിതാക്കളെയും എല്ലാ നാട്ടുകാരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും. ഗവൺമെൻറ് LP സ്കൂൾ ഇടവരമ്പ് ഈ പ്രദേശത്ത് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിൻ്റെ വിളവെടുപ്പുത്സവമാണ് ഇവിടെ നടക്കുന്നത്. ഈ ധന്യമായ ചടങ്ങിൻ്റെ അധ്യക്ഷതാണ് വഹിക്കുന്നത് ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീമതി ലീന മാങ്കോട്ടിൽ അവറുകൾ, വാർഡ് മെമ്പർ ശ്രീ രാജേഷ്, കൃഷി അസിസ്റ്റന്റ് ശ്രീ രാഖി മാഡം, കൃഷി ഓഫീസർ ശ്രീമതി അഞ്ജു P, കൃഷി അസിസ്റ്റന്റുമാർ, അതുപോലെ ഗവൺമെന്റ് LP സ്കൂളിലെ മാനേജ്മെന്റ് കമ്മിറ്റി ഭാരവാഹികൾ, പ്രിയപ്പെട്ട കുട്ടികൾ, ഇത്രയും സ്നേഹം നിറഞ്ഞ അധ്യാപകർ, HM ഉൾപ്പെടെയുള്ള ടീച്ചേഴ്സ്, അതുപോലെ ഈ പ്രദേശത്തെ രക്ഷിതാക്കൾ, പ്രിയമുള്ളവർ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ ഉത്സവ അന്തരീക്ഷത്തിൽ കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ
ഇവിടെ ഒരു വിളവെടുപ്പ് ഉത്സവം നടക്കുകയാണ്. വളരെ കണ്ണിനും കാതിനും എല്ലാം വളരെ കുളിർമ നൽകുന്ന, എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇത്തരം കൃഷി രീതികളൊക്കെ നമ്മുടെ മലയോര മേഖലയിൽ വളരെ കുറവായിട്ടാണ് നടന്നു വരുന്നത്. അപ്പം തികച്ചും ജൈവ രീതിയിൽ ഈ സ്കൂളിൻ്റെ ഉൽപ്പാദനത്തിനും അതിനേക്കാൾ ഉപരിയായിട്ട് ഈ പ്രദേശത്ത് ഇപ്പം എനിക്ക് തോന്നുന്നു ഇതിന് ശേഷം പുളിങ്ങോത്ത് വെച്ചിട്ട് ഇതിൻ്റെ വിൽപ്പനയും കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രദേശത്തെ ജനങ്ങളെ സംബന്ധിച്ച് തികച്ചും വിഷരഹിതമായ പച്ചക്കറികൾ കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം പദ്ധതികൾ ഈ പ്രദേശത്ത് നടപ്പിലാക്കി വരുന്നത്. ഇവിടെ LP സ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ രണ്ടാമത്തെ നല്ലപാടം ക്ലബിനകത്ത് രണ്ടാമത്തെ പരിപാടിയാണ്. രാവിലെ ഒരു മെഡിക്കൽ ക്യാമ്പ് നടന്നു കഴിഞ്ഞ് അതിനുശേഷം രണ്ടാമത്തെ കുട്ടികൾക്ക് പാഠ്യേതര വിഷയങ്ങളിൽ കൂടി കൃഷിയെയും മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷ രംഗത്ത് സഹകരണ മേഖലയുടെ നിറച്ചാർത്ത് ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ, അസ്ഥിരോഗം, ENT, സ്കിൻ, പൾമനോളജി, സൈക്കാട്രി, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ്, ഫാർമസി സൗകര്യങ്ങൾ, കൂടാതെ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ, ഫിസിയോതെറാപ്പി, ഓഡിയോളജി, സ്പീച്ച് തെറാപ്പി, NICU, PICU സൗകര്യം, റേഡിയന്റ് വാമർ, ഫോട്ടോതെറാപ്പി, ECG, കൂടാതെ അത്യാധുനിക ഡിജിറ്റൽ എക്സ്റേ സൗകര്യം. ചികിത്സയ്ക്കിനി ചിലവേറില്ല. ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിങ്ങിനുമായി ബന്ധപ്പെടുക 049852424140, മൊബൈൽ 6238064141.